ഈ ആഭരണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് പാസ്റ്ററുടെ അഭിപ്രായത്തിൽ? ആഭരണം സ്വർണ്ണമല്ല. എന്ത് കക്ക ഉപയോഗിക്കുന്നവരുണ്ട്, കുപ്പി ഉപയോഗിക്കുന്നവരുണ്ട്, ചെറിയ ചെടികളുടെ കായ് ഉപയോഗിക്കുന്നവരുണ്ട്. എന്ത് മെറ്റീരിയലും ശരീരത്തിനുള്ള എക്സ്ട്രാ മോഡിഫിക്കേഷൻ കൊടുത്ത് അതെ ബ്യൂട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. വെള്ളിയാകാം, എന്തുകൊണ്ടും ശരീരത്തിൽ അണിയുന്ന അതെ അല്ലേ, അതെ അതിനെയാണ് ആഭരണം എന്ന് പറയുന്നത്. അതെ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു പേഴ്സണൽ അനുഭവത്തിലോട്ട് കയറുക. ആർക്ക് വേണേ ചോദ്യം ചെയ്യാം. ചോദിക്കുന്നവരോട് നിങ്ങൾ ഇതുപോലെ അനുഭവത്തിൽ വരുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന് പറയും. അല്ലാതെ ഒരു തെളിവും കൊടുക്കാൻ ഇന്ന് എൻ്റെ ഇല്ല. പക്ഷെ നടന്ന ഒരു ചരിത്രം ഞാൻ ഇന്ന് കാണുന്ന രൂപത്തിൽ ആത്മീക ശുശ്രൂഷയിലേക്ക് ഞാൻ ഇറങ്ങി വരാൻ 1981 ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ഒരു ചരിത്രം വളരെ കോൺഫിഡൻഷ്യലായ ഒന്നാണ്. അതുകൊണ്ട് ഒരു പേരോ ഒന്നും പുറത്തു വരാതെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭ്യസ്ത വിദ്യനായ ഒരു മനുഷ്യൻ, അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ MCom LLB MBA ആയിരുന്നു. 1981 എൻ്റെ പ്രായമുള്ള ഒരാളിന്, അദ്ദേഹത്തിന് ഏറെക്കുറെ എൻ്റെ പ്രായമുണ്ട്, മേ ബി എന്നേക്കാൾ 10 വയസ്സ് താഴെ ആയിരിക്കാം. അത്രയും ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ക്വാളിഫിക്കേഷൻ ആയിരുന്നു. ആ മനുഷ്യൻ്റെ ഒരു കുഞ്ഞ് മരിച്ചു വരെ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല. അദ്ദേഹം ആ കുഞ്ഞ് നഷ്ടപ്പെട്ട ശേഷമാണ് ബാംഗ്ലൂർ വരുന്നത്. പിന്നെയും ഭാര്യയും ഭർത്താവും കൂടെ പുത്തൻ കല്യാണം കഴിഞ്ഞ് വന്നതുപോലെ അവിടെ ബിഹേവ് ചെയ്തു. അവർക്ക് രണ്ടാമത്തെ കുഞ്ഞ് അവിടെ വെച്ച് ജനിച്ചു. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. രണ്ടാമത്തെ കുഞ്ഞിന് 1 വയസ്സാകുന്നതിന് മുന്നമേ ഒന്നാമത്തെ കുഞ്ഞിന് വന്ന അതേ രോഗം ആ കുഞ്ഞിനുണ്ടായി. അന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അന്ന് ഞാനൊരു പാസ്റ്ററല്ല, അന്ന് ഞാനൊരു സഭയുടെ സെക്രട്ടറിയാണ്, മലയാളം സഭയുടെ. എന്നെ വന്ന് വിളിച്ചു. അദ്ദേഹം, ഈ മനുഷ്യൻ CSI-കാരനാണ്, ഇയാൾ പെന്തക്കോസ്തുകാരനല്ല. ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ വീട്ടിലെ വേലക്കാരത്തിക്ക് ഒരു വിറയിലുണ്ടായി. വേലക്കാരത്തി കന്നഡ ഭാഷ മാത്രമേ സംസാരിക്കത്തുള്ളൂ. എനിക്ക് അന്നും കന്നഡ അറിയത്തില്ല, ഇന്നും കന്നഡ അറിയത്തില്ല. കേട്ടാൽ മനസ്സിലാവും, അന്ന് അതുമില്ല, ഇന്ന് കേട്ടാൽ മനസ്സിലാവും. എനിക്ക് കന്നഡ സംസാരിക്കാൻ ഇന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, ഈ കന്നഡ സ്ത്രീക്ക് ഒരു വിറയിലുണ്ടായി. ഞാൻ ഇനി പോരുന്ന ശേഷം പുറകെ ആ സാർ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, എൻ്റെ വേലക്കാരത്തിക്ക് ഒരു വിറയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ ഒന്നുകൂടെ വരാം, വന്ന വേലക്കാരത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ പോയി കന്നഡ അറിയാൻ വയ്യാത്ത സ്ത്രീയുടെ തലയിൽ കൈവച്ച് ഞാൻ ആ ഭർത്താവും ഭാര്യയും ആ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ താണ്ട കിടക്കുന്ന ഒരു ഭൂതമംഗളായി. ഞാൻ ഈ ചരിത്രം ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ മോശമായി വർഗീയ ശക്തികളെ ഇളക്കി വിടത്തക്കവണ്ണം ആളുകൾ കോട്ട് ചെയ്യുകയും നമ്മുടെ ആളുകൾ നശിച്ചാൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകുന്നുള്ളതിൻ്റെ തെളിവുകളായതൊക്കെ പലതും ഞാൻ കണ്ടു. ഒരു ഭൂതം ഇളകി. ആ ഭൂതം ഇളകിയിട്ട് പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ ഈ മാസം 18-ാം തീയതി കൊല്ലും. ഒരു 14-ാം തീയതിയാണ് ഈ സംസാരം. 18-ാം തീയതി കൊല്ലും. ഞാൻ ചോദിച്ചു, നിനക്കെന്താ ഇതിൻ്റെ മേൽ റൈറ്റ് ഉണ്ട്, എനിക്ക് ഈ വീടിനകത്ത് അവകാശമുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, കന്നഡയിലാണ് സംസാരിക്കുന്നത്, ഒരാളത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക്, അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഇതങ്ങ് ചൂടായി. അന്നേരത്തെ ഞാൻ പറഞ്ഞു, വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പിശാച മലയാളം പറയാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് കന്നഡ അറിയത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ പാസ്റ്ററെ നിരൂപിക്കാൻ പറ്റത്തില്ല. അവൾ മലയാള ഭാഷ സംസാരിക്കാൻ തുടങ്ങി. കന്നഡക്കാരത്തി പെങ്കൊച്ച്, വീട്ടിൽ തേച്ച് മഴക്കാൻ നിൽക്കുന്ന പെങ്കൊച്ച് തൻ്റെ മലയാള ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നിനക്കെന്നെ അവകാശമെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അണ്ട് ആ സ്ത്രീയുടെ തലയിലിരിക്കുന്നത് കണ്ടോ, അത് എൻ്റെ അവകാശമാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ, അവർ തമിഴ്നാട് ബോർഡറിലുള്ളവരാണ്, കുറേ മുല്ലപ്പൂ ആ തലയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അതെങ്ങനെ നിൻ്റെയാകുന്നത്? പറഞ്ഞ വാചകം, മനുഷ്യന് പുഷ്പിക്കുവാനുള്ള വ്യഗ്രതയില്ല, അത് സസ്യങ്ങൾക്കുള്ളതാണ്. ഞാനാണ് ഈ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിഫിക്കേഷൻ, കൃത്രിമമായ സൗന്ദര്യവർദ്ധനവിനുള്ള ആകാംക്ഷ കൊടുക്കുന്നത് ഞാനാണ്, അത് എൻ്റെ അവകാശമാണ്. ആ സ്ത്രീ അതെടുത്തെറിഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഭൂതമൊന്നും പോയില്ല. കുഞ്ഞ് ചാകുന്നതിന് മുന്നമേ പെട്ടെന്ന് അന്നേക്കന്ന് ഞാൻ സിസ്റ്റർ മേരി ഗോവിനെ വിളിച്ചു പറഞ്ഞു, കൊച്ചമ്മ ഇങ്ങനൊരു കേസുണ്ട്. കൊച്ചമ്മ പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ഒരു വണ്ടി എടുത്ത് അവരെ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു വാൻ എടുത്ത് ഈ വേലക്കാരത്തി സ്ത്രീയുടെ, കോഴ്സ് അവിടെ പേരൻസിൻ്റെ പെർമിഷനോടുകൂടെ അവിടെ കയ്യും കാലും കെട്ടി അവളെ വാനിനകത്താക്കി ഈ കുടുംബവുമായി തിരുവല്ലയിൽ കോവൂര് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ആ ഭൂതം വിട്ടുപോകുന്നത്. ആ മോൻ ഇന്നൊരു MBBS ഡോക്ടറാണ്. MBBS അല്ലായിരിക്കും, അതിൻ്റെ മേളിലോട്ട് ഒത്തിരി കൂടെ പഠിച്ചു കാണും. അവൻ ഇന്നൊരു ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പേരും പറയുന്നില്ല, ഞാൻ കണ്ടതാണ്. ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിഫിക്കേഷൻ മനുഷ്യൻ്റെ വകയല്ല, അതിൻ്റെ പുറകിൽ ഒരു വ്യാപാര ശക്തിയുണ്ട്. ഇതും കൂടെ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇതുകൊണ്ടാണ് ആഭരണങ്ങളെക്കുറിച്ച് തൊട്ട് കഴിയുമ്പോൾ പലരും അരിശപ്പെടുന്നത്. ഭൂമിയിൽ ഇതുകൊണ്ടൊരു ഗുണം ആർക്കും ഉള്ളതല്ല, പക്ഷേ ഇതിന് അകത്തിൻ്റെ അകത്ത് ആത്മാവിൽ എങ്ങാണ്ടൊരു ബന്ധനം കിടപ്പുണ്ട്. അതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ നമ്മുടെ ചർച്ചിൽ ആഭരണങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ബൈബിളിലൊരു വാക്യം ഇല്ലാത്തത് കൊണ്ടും, 2, ഞാൻ അസംബ്ലീസ് കൂടെ ചർച്ച എനിക്ക് തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. സാധാരണ ഇതിനിടയ്ക്ക് പാസ്റ്റർ നേരത്തെയും ഒരു ഇൻ്റർവ്യൂവിന് ഈ ആഭരണത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അന്ന് പലരും കമൻറ്റ്
കമൻ്റ് ഇട്ടത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്റ്ററിൻ്റെ സഭ ഒരു വലിയൊരു ചർച്ചാണ്. അപ്പോൾ അവിടെ ആഭരണം ഉപയോഗിക്കുന്ന പലരുമുണ്ട്. പിന്നെ പാസ്റ്റർ എന്തുകൊണ്ട് ഇത് വിലക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ അനുവദിക്കുന്നു? പക്ഷെ പരസ്യമായിട്ട് വന്നിട്ട് പാസ്റ്റർ ഇതിനെതിരെ പറയുന്നു. അതെങ്ങനെ യോജിച്ചു വരും? അരുത് എന്നൊരു കൽപ്പന ബൈബിളിൽ ഇല്ലാത്തിടത്തോളം അരുതെന്ന് പറയാൻ എനിക്ക് റൈറ്റില്ല. അരുത് എന്ന് പഠിപ്പിക്കുവാൻ അസംബ്ലീസ് ഓഫ് ബോഡിയിൽ നിന്നൊരു ഉപദേശമില്ലാത്തിടത്തോളം അരുതെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ ബൈബിൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് ഞാനും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബൈബിൾ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് കൊണ്ട് ഞാനും ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. അതിൻ്റെ അർത്ഥം 1ാം ക്ലാസ്സിലോട്ട് കയറിയ ഒരു കുഞ്ഞിന് ഇതെല്ലാം അറിയണമെന്നല്ല. അവർ പ്രായപൂർത്തിയിലേക്ക്, ആത്മീക പ്രായപൂർത്തിയിലേക്ക് വളർന്നു വരുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ചർച്ചിൽ ഞാനിതിൻ്റെ ക്ലാസ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും മലയാളം സെക്ഷനിലും തമിഴ് സെക്ഷനിലും ഞാൻ ഡയറക്റ്റാണ് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുള്ളത്. അങ്ങനെ മലയാളം സെക്ഷനിലും തമിഴ് സെക്ഷനിലും ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എനിക്കറിയാവുന്നത് ഈ കാര്യങ്ങൾ ഒത്തിരിയും കൂടെ വിശദമായി തെളിവുകൾ സഹിതം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ അത് കേട്ട് നമുക്കിത് മനസ്സിലാകുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഒഴിവാക്കാം എന്ന് പറയുന്നവരെ മാത്രമേ ഞങ്ങൾ മലയാളത്തിലും തമിഴിലും ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാറുള്ളൂ. മറ്റാരും ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നില്ല. അതിൻ്റെ നന്മയും ഗുണവും ഞങ്ങൾക്ക് അനുഭവിച്ചറിയാനുമുണ്ട്. ആ സഭയുടെ ലീഡർഷിപ്പിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ആളുകളും ഈ പറഞ്ഞ പോലെ ആഭരണം ഉപേക്ഷിച്ചവരാ. അതെ, അതായത് ആത്മീയത്തിൻ്റെ ഒരു വളർച്ചാ ഘട്ടത്തിൽ ഇച്ചിരി അല്പം മുകളിലാണെന്ന് തോന്നുന്നവരെ മാത്രമേ ലീഡർഷിപ്പിൽ നിർത്തുന്നുള്ളൂ എന്നുള്ളതാണ്. അതിനെയല്ലേ മച്യൂരിറ്റി നമ്മൾ വിളിക്കുന്നത്, ക്രിസ്ത്യൻ മച്യൂരിറ്റി. ഇതൊരു വളർച്ചയുടെ ഇതിൽ നിന്ന് മനസ്സിലായി ഉപേക്ഷിക്കേണ്ടതായ കാര്യങ്ങളാണ്. ഡോക്ടർ മുരളി ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു പദം എൻ്റെ ഓർമ്മയിലുണ്ട്. പാസ്റ്റർ ഡി മോഹൻ്റെ ചർച്ചിലോട്ട് ചെന്ന് കാണണം. അന്ന് നമ്മുടെ ചർച്ച് തീരെ ചെറുതാണ്. 3 മാസം മുമ്പേ രക്ഷിക്കപ്പെട്ട ആളിനെ പോലെ അല്ല 6 മാസം മുമ്പേ രക്ഷിക്കപ്പെട്ട ആൾ. മച്യൂരിറ്റിയിൽ വളർന്നു. 5 കൊല്ലം കഴിഞ്ഞ ആൾ ഇനിയും വളർന്നു. മച്യൂരിറ്റിയിൽ വളരുന്നവരെ കണ്ടാൽ തിരിച്ചറിയാം പാസ്റ്റർ വർഗീസേ അതുപോലെ ചെയ്യണം എന്ന് ഡോക്ടർ മുരളി എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. മച്യൂർഡായിട്ടുള്ളവരെയാണ് ആക്കുന്നത്. പക്ഷേ നമ്മുടെ ലീഡർഷിപ്പിൽ നിന്ന് പലരും പിരിഞ്ഞു പോകാനുള്ള കാരണങ്ങളിൽ ചിലത് അവർക്കിതിനെക്കുറിച്ച് കൺവിക്ഷൻ കാണും, പക്ഷേ അവരുടെ കുടുംബാംഗങ്ങൾക്ക് കാണത്തില്ല. അപ്പോൾ കുടുംബം ഒരു സാക്ഷ്യമായി വരുന്നില്ലെങ്കിൽ ഞങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിനകത്ത് കുറവുണ്ട്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു പലരുണ്ടല്ലോ, അങ്ങോട്ടങ്ങ് പോയേക്കാം. അല്പം കുടിച്ചാലും അനുവദിക്കുന്ന സഭകൾ പലതില്ലേ, അങ്ങനെ അങ്ങോട്ടങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ് പോകുന്നവർ പലരും പോയിട്ടുണ്ട്. അതർവൈസ് വളർന്നു വരുന്നവരൊക്കെ ഞങ്ങളുടെ ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നവർ ആഭരണങ്ങളോട് വേർപാട് സൂക്ഷിക്കുന്നവരാണ്. ഓക്കെ, പാസ്റ്റർ സഭയിലേക്ക് കർത്തൃമേഷ ആഭരണം ഇട്ടവർക്ക് കൊടുക്കുമോ? കൊടുക്കും. പക്ഷെ കർത്തൃമേശ എടുത്തു കൊടുക്കാൻ വിളിച്ച് നിൽക്കുന്നത് ലീഡേഴ്സാണ്. അവർക്ക് ആഭരണം കാണത്തില്ല. അവരുടെ നല്ല മാതൃക കാണിക്കും. പക്ഷേ ആഭരണം ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ കർത്തൃമേശ കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, അവർ സ്വർഗ്ഗത്തിൽ പോകത്തില്ലെന്നോ രക്ഷിക്കപ്പെടത്തില്ലെന്നോ സഭയ്ക്കകത്ത് വരരുതെന്നോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. വളർച്ചയിലേക്ക് വരിക എന്നുള്ളതാണ്. ക്രിസ്തു എന്ന തലയോളം വളരുക എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഇതൊരു വളർച്ചയാണല്ലോ. അതുപോലെ തന്നെ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, മത്തായി 13 പറയുന്ന 100 മേനി ഫലം കായ്ക്കുന്നവരുണ്ട്, 30 ഫലം കായ്ക്കുന്നു, രണ്ടും ഫലം കായ്ക്കുന്നതാണ്. പക്ഷെ 100ലേക്ക് വളരുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം.